KCB ചെയർമാൻ ബിജു പ്രഭാകറിനെതിരെ ഡിവൈഎഫ്ഐ. KCBയിൽ 3634 ജീവനക്കാരുടെ കുറവ് നിലനിൽക്കുമ്പോഴും നിയമനം നടത്തുന്നില്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ്. ബിജു പ്രഭാകറിന്റേത് നിഷേധാത്മക സമീപനമാണ്. നിലപാട് മാറ്റിയില്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭത്തിന് ഡിവൈഎഫ്ഐ നേതൃത്വം നൽകുമെന്നും VK സനോജ് പറഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഉമേഷ്, ഡിവൈഎഫ്ഐയുടെ ആവശ്യം എത്രയും പെട്ടെന്ന് തന്നെ നിയമനം നടത്തുക, ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം സാധ്യമാക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കഴിഞ്ഞ 5 ദിവസമായി KCBയിലെ ജീവനക്കാരുടെ ഇടതുപക്ഷ സംഘടന KCBക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി വരികയാണ്. നിയമന നിരോധനത്തിനെതിരെയാണ് ഈ പ്രതിഷേധ സമരം നടത്തി വരുന്നത്. എന്തായാലും അതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച് നൽകിയ സ്റ്റാഫ് പാറ്റേൺ പ്രകാരം തന്നെ 3634 ഒഴിവുകൾ നിലവിൽ KCBയിലുണ്ട്. ഇത് നികത്താനുള്ള KCBയിലെ PSC റാങ്ക് ലിസ്റ്റും നിലവിലുണ്ട്. എന്നിട്ടും KCBയിൽ നിയമനം നടത്തുന്നില്ല. 912 പേരുടെ നിയമനം ഉടൻ നടത്തുമെന്ന് പറഞ്ഞ് KCB വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. പക്ഷേ അതിനുവേണ്ട നടപടികളും ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ നിഷേധാത്മക സമീപനമാണ് KCB ചെയർമാൻ ബിജു പ്രഭാകർ നടത്തുന്നത്. ശക്തമായി വാക്ക് പാലിച്ചില്ല എങ്കിൽ ശക്തമായ സമരവുമായി ഡിവൈഎഫ്ഐ രംഗത്തിറങ്ങും. ഉദ്യോഗാർത്ഥികളെ അടക്കം അണിനിരത്തിക്കൊണ്ട് സമരം നടത്തുമെന്നുള്ള മുന്നറിയിപ്പാണ് VK സനോജ് നൽകുന്നത്. കീർത്തന. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.